Hello dears, how are you all? Hope you all are doing good. എല്ലാവരും കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചായിരുന്നോ? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കണം, അനാവശ്യമായി പുറത്തേക്കൊന്നും പോകരുത്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ? ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ടീച്ചർ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്ന് പറയാൻ പറ്റുമോ? ഇടം തോളൊന്നു മെല്ലെ ചരിച്ച് കള്ളക്കണ്ണൊന്നിറുക്കി ചിരിച്ച്. ആരാണ്? മോഹൻലാൽ അല്ലേ? ലാലേട്ടൻ. അതേപോലെ കൈ എന്നെടുത്ത് മുന്നിൽ രണ്ട് കുത്തുകുത്തിയാലോ? നമ്മുടെ മമ്മൂക്ക. അതായത് ഇത് രണ്ടും ആര് ചെയ്താലും എത്ര വർഷം കഴിഞ്ഞ് ചെയ്താലും ഇത് രണ്ടും ലാലേട്ടനെയും മമ്മൂക്കയും സൂചിപ്പിക്കുന്നതാണ്. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്ന് ഇടം തോളൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈക്വൽ ടു ലാലേട്ടൻ എന്ന് പറയാം, ഇല്ലേ? കൈ ഒന്നെടുത്ത് മുന്നിൽ രണ്ട് കുത്തുകുത്തിയാലോ? അത് ഈക്വൽ ടു മമ്മൂക്ക എന്ന് പറയാം. അപ്പൊ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞല്ലോ ടീച്ചർ, അവിടെ ഇരിക്കട്ടെ. ഇത് രണ്ടും എന്താണ്? ഇവരുടെ ഐഡന്റിറ്റി ആണല്ലേ? തോളൊന്ന് ചരിച്ചാൽ ലാലേട്ടനാണെന്ന് ഉറപ്പിക്കാം. അതേപോലെ തന്നെ മമ്മൂക്കി. തോള് ചരിക്കൽ ഈക്വൽ ടു മോഹൻലാൽ. അതേപോലെ കൈ മുമ്പിൽ കുത്തൽ ഈക്വൽ ടു മമ്മൂക്ക. ഇത് എന്താ പറയുന്നത് ടീച്ചർ? എത്ര നാള് കഴിഞ്ഞാലും ആരൊക്കെ ഇതൊക്കെ ഇത് ചെയ്താലും ഇവരുടെ പേരല്ലാതെ വേറെ ആരുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അത് അവരുടെ ഒരു ഐഡന്റിറ്റിയാണ്. അതേപോലെ ടീച്ചർ ഒരു ഇക്വേഷൻ എഴുതാൻ പോവാ. എന്താണ്? എ ഈക്വൽ ടു എ. ഒന്ന് നോക്കിക്കേ. എ ഈക്വൽ ടു എ. എ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ് അല്ലെ? ഇക്വേഷൻസ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് വേരിയബിൾ എന്നൊക്കെ പഠിച്ചിരുന്നു. അതിന് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തേ. 2 ഈക്വൽ ടു 2 തന്നെ വരും അല്ലെ? എക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള എക്കും എന്ത് തന്നെ വരും? ഈക്വൽ ടുന്റെ അപ്പുറത്തെ സൈഡിലുള്ള എക്കും 2 തന്നെ വരും. അതേപോലെ 1 കൊടുത്താലോ 1 ഈക്വൽ ടു 1 എന്ന് വരും അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈക്വൽ ടുന്റെ അപ്പുറത്തും അപ്പുറത്തും ഇവിടെ സെയിം ആയിട്ടാണ് വന്നത്. ഇത് ആര് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എത്ര നാൾ കഴിഞ്ഞാലും ഇത് മാറാൻ പോകുന്നില്ലല്ലോ, ഇല്ല. ഇനി എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. എക്സും വൈയും എന്താണ്? വേരിയബിൾസ് ആണ് അല്ലെ? എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. ഞാൻ എക്സിനൊരു 2 എന്നുള്ള വാല്യൂവും കൊടുത്തു, വൈക്കൊരു 3 എന്നുള്ള വാല്യൂവും കൊടുത്തു. ശരിയായോ നോക്കിക്കേ. എക്സിന് 2 കൊടുത്തു, വൈക്ക് 3 കൊടുത്തു. ശരിയാണോ? 2 ഈക്വൽ ടു 3 നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? 2 ഇസ് നോട്ട് ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായോ? ഇങ്ങനത്തെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോ ഇല്ല. എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് വന്നു. അപ്പൊ ഈക്വൽ ടു ഉള്ള സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, ഈക്വൽ ടു അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ മമ്മൂക്കയുടെ കാര്യം മറക്കരുത്. അവിടെ ഈക്വൽ ടു വന്നല്ലോ അല്ലെ? അവരുടെ ഐഡന്റിറ്റി ആണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് എത്ര നാള് കഴിഞ്ഞാലും ആ ഐഡന്റിറ്റിക്ക് അല്ലെങ്കിൽ ആ ഈക്വൽ ടു സൈനിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇവിടെ നോക്കിക്കേ, എ ഈക്വൽ ടു എ. ഇവിടെയും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇനി ഇക്വേഷൻസ് ചാപ്റ്റർ ഒന്ന് എടുത്തു നോക്കിക്കേ. ഇക്വേഷൻസ് ചാപ്റ്ററിനകത്ത് കുറെ ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ടീച്ചർ ഒരു ഇക്വേഷൻ എഴുതാം. 2x ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. വേഗം ഒന്ന് എക്സ് കണ്ടുപിടിച്ചേ. ഇക്വേഷൻസ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലെ? എക്സ് ഈക്വൽ ടു 5/2 എന്ന് പറഞ്ഞു ആണല്ലോ. ഇത് മനസ്സിലായല്ലോ? ഇതിനി എക്സിന് 5/2 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുത്തത്. എക്സിന് 5/2 അല്ലാതെ ഞാൻ പറയുകയാണ് എക്സിന് 3 കൊടുത്താൽ മതി എന്ന് പറയാണ്. ഇതിനകത്ത് എക്സ് ഈക്വൽ ടു 3 എന്ന് ഇട്ട് നോക്കിക്കേ. 2 into 3 ഈക്വൽ ടു 5. അതായത് 6 ഈക്വൽ ടു 5. ശരിയായോ? ഇല്ല അല്ലെ? ഇത് നോട്ട് ഈക്വൽ ടു ആണ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയാവണമെന്നില്ല അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എപ്പോഴും ശരിയാണ്. എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്താണെങ്കിലും ശരിയാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റോ എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഐഡന്റിറ്റി ആണ് മോഹൻലാലിന്റെ ലാലേട്ടന്റെ എന്ന് പറഞ്ഞത് ടീച്ചർ ഓർമ്മയുണ്ടല്ലോ. അവിടെ എന്തായിരുന്നു? ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തുള്ളതും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതും സെയിം ആയിരുന്നു അല്ലെ? അവരുടെ രണ്ടുപേരുടെയും വാല്യൂസ്
ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ഈക്വൽ ടു എ എന്ന് പറയുന്നത് പോലെ എന്നും എപ്പോഴും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെയോ ടീച്ചർക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ഇട്ട് കൊടുത്തപ്പോ ആ ഇക്വേഷൻ തന്നെ തെറ്റായിട്ട് മാറി അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ എക്സ് ഈക്വൽ ടു 5/2 എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്നും എപ്പോഴും ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈക്വൽ ടുന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആയിട്ട് വരുന്ന വാല്യൂസ് കിട്ടുന്ന ഇക്വേഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്നും എപ്പോഴും ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈക്വൽ ടുന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വാല്യൂസ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഇക്വേഷൻസിന്റെ ഒരു പേരുണ്ട്. ദേ ആർ കോൾഡ് ഐഡന്റിറ്റീസ്. ഇനി ഐഡന്റിറ്റീസ് എന്ന് കേട്ടതുകൊണ്ട് വലുതായിട്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ടീച്ചർ പറയാം. നമ്മുടെ സ്ഫടിക സിനിമയിൽ എന്താ പറയണേ, ഭൂഗോളത്തിന്റെ സ്പന്ദനമാണ് കണക്ക് എന്നാണ് പറയുന്നത്. അതിൽ തിലകം ചോദിക്കും a+b² എന്താണ്? എല്ലാവർക്കും ആ സിനിമ കണ്ട എല്ലാവർക്കും അതിന് ഉത്തരം അറിയാം. ഇതൊന്നും പഠിക്കാതെ തന്നെ അതിന് ഉത്തരം അറിയാം. എന്താണ്? a² + 2ab + b². ഇതൊരു ഐഡന്റിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഐഡന്റിറ്റി എന്നുള്ളത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ടീച്ചർ a+b² പറഞ്ഞത്. ആ ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി ആയി എന്ന് വെച്ചാൽ എക്കും ബിക്കും ഏതൊരു സാഹചര്യത്തിലും ഏത് നമ്പർ ഇട്ട് കൊടുത്താലും a+b² എന്നുള്ളത് ഇപ്പുറത്തുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്ന ആ ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി ഒരു എളുപ്പത്തിന് ടീച്ചർ വേറൊരു ഇക്വേഷൻ കാണിച്ചു തരാം. നോക്കി, x+1 = 2x+1. ഇതൊരു ഇക്വേഷൻ ആണോ ഐഡന്റിറ്റി ആണോ? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതൊരു ഇക്വേഷൻ ആണോ ഐഡന്റിറ്റി ആണോ എന്ന് നോക്കാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? എവറി ഇക്വേഷൻസ് ആർ ഐഡന്റിറ്റീസ്. അപ്പൊ ഇത് ഇക്വേഷൻ ആണെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഐഡന്റിറ്റി ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇക്വേഷൻ എന്താണെന്നൊക്കെ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിട്ട് വരുന്ന എക്സ്പ്രഷൻസ് ഉള്ള ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇക്വേഷൻസ്. ഇനി ഐഡന്റിറ്റി ആണോ എന്ന് നോക്കേണ്ടത് എങ്ങനെയാ? ഇവിടെയുള്ള വേരിയബിൾ which is the variable here, it's x. ഈ എക്സിന് if you are putting any value, എക്സിന് നിങ്ങൾക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, the value you wish. If you are putting the value you wish, you will get LHS = RHS. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം വാല്യൂ കിട്ടും. നമുക്കൊന്ന് നോക്കാം അല്ലെ. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. കിട്ടിയില്ലെങ്കിലോ ഇറ്റ്സ് നോട്ട് ആൻ ഐഡന്റിറ്റി ബട്ട് ഇറ്റ്സ് ആൻ ഇക്വേഷൻ. ഇക്വേഷൻ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ഒരു ഈക്വൽ ടു സൈൻ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയാലോ. എക്സിന് നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ ടീച്ചർ ആദ്യം മുതൽ ഒന്ന് ഇട്ട് നോക്കാം. എക്സിന് 1 ഇട്ട് കൊടുത്തു, എക്സിന് 1 ഇട്ടു. വാട്ട് വിൽ ഹാപ്പൻ? ഈ എക്സിനൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കണം അല്ലെ. 1 + 1 + 1 = 2 × 1 + 1 അല്ലെ. ഒന്ന് നോക്കിയേ. 1 + 1 എന്താണ്? 2. 2 × 1 എന്താണ്? 2. 2 + 1 ഇവിടെ എന്ത് വന്നു? 3. ഇവിടെയും എന്ത് വന്നു? 3. അതായത് LHS = RHS എന്ന് മനസ്സിലായി. LHS എന്താണോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3 = 3 എന്ന് കിട്ടിയല്ലോ. x = 1ന് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, ഏത് വാല്യൂവിനും ഏത് സാഹചര്യത്തിലും ഈ ഇക്വേഷൻ ട്രൂ ആയിരിക്കണം. then it's called an identity. x = 1 നമ്മൾ നോക്കി. now we can check whether it's true for x = 2. x = 2 എടുത്തു. 2 ഇട്ട് കൊടുത്തോ. 2 + 1 = 2 × 1 2 × 2 അല്ലേ. ശ്രദ്ധിക്കണ്ട. അപ്പൊ 2 × 2 + 1 നോക്കോ. 2 + 1 എന്താ? 3. ഇവിടെയോ 2 × 2 is 4 + 1. Here we will get 5 and here also we will get 5. അപ്പോ LHS = RHS എന്ന് വന്നു ഇല്ലേ. ഇനി നിങ്ങൾ തന്നെ നോക്കിയേ. x = 3 ഇട്ട് നോക്കിക്കേ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ x ഈക്വൽ ടു 50 ഇട്ട് നോക്കിക്കോ, x ഈക്വൽ ടു 100 ഇട്ട് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇട്ട് നോക്കിക്കോ. ടീച്ചർ 2 സെക്കൻഡ് സമയം തരാം. കിട്ടിയോ? LHS ഈക്വൽ ടു RHS എന്ന് വന്നു അല്ലേ? അപ്പോ then there is an identity. ഇക്വേഷൻ ആണോ? ഇക്വേഷൻ ആണ്. ഐഡന്റിറ്റി ആണോ? ഐഡന്റിറ്റിയും ആണ്. ടീച്ചർ ഒരു ചാർട്ട് കാണിച്ചു തരാം. അതിലൊരു ചോദ്യമുണ്ട്, ചെക്ക് വെദർ ഇറ്റ്സ് ആൻ ഇക്വേഷൻ ഓർ ആൻ ഐഡന്റിറ്റി. അപ്പൊ ഒന്ന് ചാർട്ട് കാണാം. എന്താണ് ചോദ്യം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇത് എങ്ങനെ ഐഡന്റിറ്റി ആണോ ഇക്വേഷൻ ആണോ നോക്കാൻ പറ്റും? യെസ്, പുട്ട് സെവറൽ വാല്യൂസ് ഫോർ എക്സ്. ഒരു 3 to 4 അല്ലെങ്കിൽ 2 to 3 വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എല്ലാ വാല്യൂസിനും ബാധകമാണോ എന്നുള്ളത്. അതിന് 1, 2, 3 എന്ന് ഇട്ട് പോകണ്ട. യു ക്യാൻ പുട്ട് എനി വാല്യൂ ഫോർ എക്സ്. എക്സ് ഇതിനെ ആയിരിക്കില്ല എപ്പോഴും വേരിയബിള്. ചിലപ്പോൾ എക്സ് വരാം, വൈ വരാം, ABCD ഏത് വേണമെങ്കിലും വരാം, UV എല്ലാം വരാം. അപ്പൊ നമ്മളിനി വഴിയെ പോകുമ്പോൾ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ കൂടുതൽ പഠിക്കുമ്പോൾ യു വിൽ സീ വേരിയബിൾസ് ഇൻ ഡിഫറെന്റ് ഫോംസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എക്സിന് നമുക്ക് എന്തായാലും എക്സിന് നമുക്ക് 1 തന്നെ ഇട്ടൊന്ന് കൊടുക്കും. ടീച്ചർ 2 വാല്യൂ ചെയ്യുള്ളൂ. മൂന്നാമത്തെ വാല്യൂ എക്സിന് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ടീച്ചറോട് പറയണം വെദർ ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി ഓർ ആൻ ഇക്വേഷൻ. എക്സിന് 1 ഇട്ട് കൊടുത്തു. 3 ഇൻറ്റു ടീച്ചറുടെ കൂടെ തന്നെ എഴുതി പോണം. 3 into 1 plus 1 plus 4 equal to 2 into 1 plus 2 into 1 plus 4. 3 plus 5 equal to 2 plus 2 plus 4. This is 8 here and 8 here. LHS equal to RHS. Now what is the next step? X equal to 2 അല്ലെങ്കിൽ x equal to 3 ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. x equal to 2 ഇട്ട് കൊടുത്തു. 3 into 2 plus 2 plus 4 equal to 2 into 2 plus 2 into 2 plus 4. 6 plus 6. 4 plus 2, 6. 4 plus 4 plus 4. 12. 12. ശരിയാണോ? 6 6 12, 4 4 8 8 4 12. ഇതും കറക്റ്റ്. എക്സ് ഈക്വൽ ടു 2നും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നിങ്ങൾ എക്സ് ഈക്വൽ ടു ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുത്തോ. ഒരു വാല്യൂ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം tell me whether it's an identity or an equation. ഇട്ട് കൊടുത്തോ? എന്ത് വന്നു? LHS equal to RHS തന്നെ വന്നു അല്ലേ? സോ this is an identity. It's an equation, also an identity. ഇക്വേഷൻ അല്ലാന്ന് ഒരിക്കലും എവിടെ എഴുതരുത് കേട്ടോ. എന്തായാലും ചോദ്യം വരുന്നത് വെദർ ഇറ്റ്സ് ആൻ ഇക്വേഷൻ ഓർ ഐഡന്റിറ്റി എന്നേ ചോദിക്കുള്ളൂ. ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി നോട്ട് ആൻ ഇക്വേഷൻ എന്നൊന്നും എഴുതരുത്. എല്ലാ ഇക്വേഷനും ഒരു ഐഡന്റിറ്റി ആണ്. ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു ഈക്വൽസ് ടു സൈൻ വേണം, കുറച്ച് വേരിയബിൾ വേണം, കുറച്ച് ടേംസ് വേണം, കുറച്ച് കോഎഫിഷ്യൻസ് വേണം. ഇത്രയല്ലേ ഇക്വേഷന്റെ ഒരു പാർട്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാനായിട്ട് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ എവ്രി ഐഡന്റിറ്റി ഈസ് ആൻ ഇക്വേഷൻ അല്ലെ? പക്ഷെ എല്ലാ ഇക്വേഷനും ഐഡന്റിറ്റി ആവണമെന്ന് നിർബന്ധമില്ല. ടീച്ചർ ആദ്യം പറഞ്ഞ് മാറിപ്പോയോ? ഇല്ലല്ലോ. എല്ലാ ഐഡന്റിറ്റിയും ഒരു ഇക്വേഷൻ ആണ്. എഴുതി വെച്ചോ. എവ്രി ഐഡന്റിറ്റി ഈസ് ആൻ ഇക്വേഷൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാ ഇക്വേഷനും ഐഡന്റിറ്റി ആവണമെന്ന് നിർബന്ധമില്ല. അത് നോക്കാനുള്ള വഴി മനസ്സിലായി. അപ്പൊ ദിസ് ഇസ് ആൻ ഐഡന്റിറ്റി. ഇനി വാട്ട് ഈസ് ഐഡന്റിറ്റി എന്നുള്ളതിനൊരു ഡെഫിനിഷൻ വേണം അല്ലെ? ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഫ്ലാഷ് കാർഡ്. ദറ്റ്സ് എ ഡെഫിനിഷൻ ദർ. അത് നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്കിന്റെ ചോദ്യത്തിന് വാട്ട് ഈസ് ഐഡന്റിറ്റി എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ആൻ ഇക്വേഷൻ എന്നുള്ള ചോദ്യം പോലെ തന്നെ ഇതും ചോദിക്കാം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഫ്ലാഷ് കാർഡ്. The equations which are true for all numbers are called identities. ഡെഫിനിഷനുമായി കൂടെ ടീച്ചർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ കാണാതെ ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് ഇനി വഴിയെ ഐഡന്റിറ്റീസ് കാണാതെ പഠിക്കേണ്ട ഐഡന്റിറ്റീസ് വരും. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി. ഓക്കെ. a plus b ഹോൾ സ്ക്വയർ ഒക്കെ പറഞ്ഞില്ലേ,
അതൊക്കെ ഒരു ഐഡന്റിറ്റി ആണ്. അത് എഴുതിയാൽ മതി എക്സാമ്പിൾ ആയിട്ട്. നൗ കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. ലെറ്റ്സ് ലുക്ക് ഇൻ ദി വീഡിയോ. What is an identity? Now look at this equation. X plus y is equal to y plus x. No matter what value we take for x and y, this equation will always be satisfied. By satisfied, I mean the left-hand side will always equal the right-hand side. Let us try different values for x and y. Assume x equals 1 and y equals 2. We try substituting these values on the left-hand side and the right-hand side. The left-hand side will be 1 plus 2, which equals 3. We put 1 in place of x and 2 in place of y. And the right-hand side equals 2 plus 1, which also equals 3. So for these values, the equation is satisfied. The left-hand side is equal to the right-hand side. Now we assume different values for x and y and check again. Remember, this will be an identity if it is satisfied for any values of x and y. Say x equals -1 and y equals 3. We get the left-hand side as -1 plus 3, that equals 2. And the right-hand side equals 3 plus -1, and that also equals 2. So the equation is satisfied for these values too. No matter what values you try out, this equation will always be satisfied. These kind of equations are called identities. Now here's another question. Say PQ equals square root of PQ. To check whether this equation is an identity, we try substituting different values of P and Q in the equation. Let us assume P equals 1 and Q equals 1. The left-hand side equals 1 multiplied by 1, and that equals 1. And the right-hand side equals square root of 1 multiplied by 1, which also equals 1. So these values of P and Q satisfy this equation. So does that mean this equation is an identity? Let us try a few more values. Assume P equals 1 and Q equals 2. After we substitute these values, we get the left-hand side as 1 multiplied by 2, that equals 2. The right-hand side equals square root of 1 multiplied by 2, which equals square root of 2. So we can see that for these values of P and Q, the equation is not satisfied. Hence, this equation is not an identity. So if we have to summarize, we say that an identity is an equation that is satisfied for any values of its variables. ഇനി ടീച്ചർ ഒരു ആക്ടിവിറ്റി കാർഡ് തരാം. അതിൽ ഇത്രയും ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്തോ? അപ്പൊ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം അല്ലേ? ആകെ ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ. These all are equations. You have to check whether it's an identity by putting several values for the variable x. എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2-3 വാല്യൂ ഇട്ടിട്ട് നിർത്താം. ചിലപ്പോൾ ആദ്യം ഇടുന്ന വാല്യൂ തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ, LHS ഈക്വൽ ടു RHS വന്നില്ലെങ്കിലോ നമുക്ക് അവിടെ വെച്ച് നിർത്താം അല്ലേ? അപ്പൊ എന്തായിരിക്കും കൺക്ലൂഷൻ? എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡന്റിറ്റി അല്ലെ? ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ശരിയാവുകയാണെങ്കിൽ മാത്രമാണ് അതൊരു ഐഡന്റിറ്റി ആവുക. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിക്കേ, ടീച്ചർ 1ഉം 3ഉം ഇപ്പൊ ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഇത് രണ്ടും ചെയ്യും. ടീച്ചർ ഇത് ആണോ അല്ലയോ എന്ന് പറയും. ഓക്കെ, x + x + 3 2x + 3 ഇത് രണ്ടുമാണ് LHSും RHSും തന്നിരിക്കുന്നത്. എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? എക്സിന് 1 ഇട്ട് കൊടുത്തു. 1 ഇട്ട് കൊടുത്തപ്പോഴോ 1 + 1 + 3 എന്താണ്? 4 + 5 വന്നു അല്ലെ? ഇവിടെ ഒരു 5 വന്നു. ഇവിടെയോ 2 × 1 2 2 + 3 5 തന്നെ വന്നു. അപ്പൊ x = 1 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി x = 2 നോക്കണ്ടേ?
2 plus 2 plus 3. 2 plus 2 4. 4 plus 3 7. ഇവിടെ 7 ആണ് വന്നത്. LHS 7 ആയിരുന്നു. 2 into 2. 2 into 2 4. 4 plus 3 അതും 7 ആണ്. ഇനി x equal to 3 ഇട്ട് നോക്കി. ഈ 1 2 3 ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എളുപ്പത്തിനാണ്, നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാനാണ് 1 2 3 ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ 1 2 3 വേണ്ട 50 60 ഒക്കെ ഇടണമെങ്കിൽ അതും ആവാം. എവിടെയാണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇറ്റ് വിൽ ബി ആൻ ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. 3 ഇട്ട് കൊടുത്തു. 3 plus 3 6. 6 plus 3 9 വന്നു അല്ലെ. ഇവിടെയോ 2 into 3 6. 6 plus 3 ഇവിടെയും 9 വന്നു. മൂന്നിടത്തും LHS ഈക്വൽ ടു RHS എന്ന് വന്നല്ലോ. സോ ഇറ്റ് ഇസ് ആൻ ഐഡന്റിറ്റി. ഇതൊരു ഐഡന്റിറ്റി ആണ്. ഇനി ഇതോ തേർഡ് വൺ നോക്കാന്ന് പറഞ്ഞല്ലേ ടീച്ചർ. തേർഡ് വൺ ഒന്ന് നോക്കിയേ. x ഈക്വൽ ടു 1 കൊടുത്തു. 2 into 1 2 plus 3 5 അല്ലെ. ഈ 5 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു. LHS ഈക്വൽ ടു RHS ആയി. ഇനി x ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു. 2 into 2 4. 4 plus 3 7 ഈക്വൽ ടു 5. ശരിയാണോ? അല്ല, 7 is not equal to 5. അപ്പൊ x ഈക്വൽ ടു 2ന് ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡന്റിറ്റി അല്ലെ. നോട്ട് ആൻ ഐഡന്റിറ്റി. ഇനി ഇത് രണ്ടുമൊന്നും നോക്കിക്കേ. 15 25 ഒക്കെ കണ്ടപ്പോ പേടിച്ചവരുണ്ടോ? ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ അതൊന്നും ബാധിക്കില്ല. നമുക്ക് എക്സിനാണ് വാല്യൂ ഇട്ട് കൊടുക്കണം. നമ്മൾ എക്സിന് എന്താണ് 1 2 3 ഒക്കെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, എക്സിന് 1 ഇട്ട് കൊടുത്തു. എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോ 50 into 1 that is 50. 50 plus 1 എന്ത് വന്നു? 51. 25 into 1 25. 25 into 1 25. 25 plus 25 50. 50 plus 1 51. x ഈക്വൽ ടു 1ന് അത് ബാധകമാണ്. ഇനി x ഈക്വൽ ടു 2 നോക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, x ഈക്വൽ ടു 2 നോക്കാൻ പോവാണ്. 50 into 2 100 അല്ലെ. 100 plus 1 101. 25 into 2 50. ഇവിടെയും 25 into 2 50. 50 plus 50 100. 100 plus 1 101. അപ്പൊ ഇവിടെയും എന്താണ്? x ഈക്വൽ ടു 1നും 2നും സാറ്റിസ്ഫൈ ചെയ്യും, 3നും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. ഇതും ഒരു ഐഡന്റിറ്റി ആണ്. അടുത്തതോ x ഈക്വൽ ടു 1 എടുത്തു. 3 into 1 that is 3 plus 1 4. 4 ഈക്വൽ ടു 7 എന്ന് വന്നു അല്ലെ. ശരിയാണോ? അല്ല, 4 is not equal to 7. therefore this is not an identity. ഇതിൽ ഐഡന്റിറ്റി ആയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും മാത്രമാണ് ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയത് അല്ലെ. ഇത് ചെയ്തപ്പോഴും എല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ചെയ്തപ്പോഴും എല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്തു. ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് എന്താ ശരിക്കും പഠിച്ചത്? എന്താണ്? വാട്ട് ഈസ് ആൻ ഐഡന്റിറ്റി എന്ന് പഠിച്ചു അല്ലെ. ധാരായിട്ടിനെ മമ്മൂക്കേനെ മറന്നു പോവോ? ഇല്ല. ഐഡന്റിറ്റി ഓർത്തിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ഫടികത്തിലെ തിലകനെ ഓർക്കുക, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ ലാലേട്ടനെയും മമ്മൂക്കേനെയും ഓർക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഐഡന്റിറ്റീസ്? ഡെഫിനിഷൻ ഒന്ന് എല്ലാവരും ഓർക്കെ പറഞ്ഞ്. കറക്റ്റ്. അപ്പൊ ഐഡന്റിറ്റീസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ടീച്ചർ 2 ചോദ്യം തന്നെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഹോംവർക്ക് ക്വസ്റ്റ്യൻ.